ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ലൂപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. സോ എന്താണ് ലൂപ്സ്, ഏതൊക്കെ ടൈപ്സ് ലൂപ്സ് ഉണ്ട്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ലൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുന്നവരെ ഒരു സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനെയാണ് ലൂപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൂപ്പിൽ ഇത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ലൂപ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ആണ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈൽ ലൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഓരോ സിമ്പിൾ എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം ഞാൻ പറഞ്ഞു ഫോർ ലൂപ്പ് ആണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്താണ് ഫോർ ലൂപ്പ് എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഓക്കെ, എന്താണ് ഫോർ ലൂപ്പ് എന്നൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു വേർഡ് 5 ടൈംസ് പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു തവണ എനിക്കിത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഹെക്സെന്റ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് വെക്കാം. സോ ഇതെനിക്ക് നെക്സ്റ്റ് ലൈനിൽ വരണം അടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു BR ടാഗ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഇവിടെ 1 ടൈം പ്രിന്റ് ചെയ്യിക്കാൻ എനിക്ക് ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് ഹെക്സെന്റ് എന്ന് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇതെനിക്ക് 5 ടൈംസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ, ഈ ഒരു ലൈൻ ഓഫ് കോഡിനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഞാൻ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇവിടെ 5 ടൈംസ് ഹെക്സെന്റ് എന്ന് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു സെയിം സ്റ്റേറ്റ്മെന്റിനെ തന്നെയാണ് ഞാൻ 5 തവണയും കൊടുക്കേണ്ടി വരുന്നത്. ഓരോ ലൈനിലും ഞാൻ ഇപ്പൊ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകാൻ പറ്റി. ഇതിന് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വലിയ ഒരു പ്രോഗ്രാമിന്റെ കോഡാണ് അല്ലെങ്കിൽ ഒരു കോഡാണ് നമുക്ക് ഇതേപോലെ റിപ്പീറ്റഡ്ലി വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു സെയിം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സെയിം കോഡ് റിപ്പീറ്റഡ്ലി ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ റീച്ച് ആവണ വരെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യാം. സോ നമുക്ക് ഇതിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിനെ 5 ടൈംസ് പ്രിന്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനു മുമ്പ് നമുക്ക് ഫോറിന്റെ ഒരു ബേസിക് സിന്റാക്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഫോർ എന്നൊരു കീവേഡ് ഉണ്ടായിരിക്കും. ഇതിനുള്ളിലേക്ക് നമുക്കൊരു ഇനിഷ്യലൈസേഷൻ പാർട്ട് ഉണ്ടാവും. ഇനിഷ്യലൈസേഷൻ, അതിനുശേഷം ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ദെൻ ഒരു അപ്ഡേറ്റ് കൗണ്ടർ ഉണ്ടായിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ ഓരോ സെമികോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഒരു ബേസിക് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു കേളി ബ്രേസസിനുള്ളിൽ ഇതിന്റെ ലൂപ്പ് ബോഡി വരും. ഇതാണ് ഒരു ഫോർ ലൂപ്പിന്റെ ബേസിക് സിന്റാക്സ് ഓർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇനി നമുക്ക് ഇപ്പം ആവശ്യമായിട്ടുള്ളത് ഹെക്സെന്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് നമുക്ക് 5 ടൈംസ് ഓർ 10 ടൈംസ് റിപ്പീറ്റഡ്ലി നമുക്ക് ആ ഒരു ഇതായിട്ട് കിട്ടണം. അതെങ്ങനെ നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യിക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഞാൻ I എന്നൊരു വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ I is equal to 0 സെമികോളൻ കണ്ടീഷൻ കൊടുക്കുന്നു. ഐയുടെ വാല്യൂ എനിക്ക് 5 ആകുന്ന വരെ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കണം. ഞാൻ എന്താണോ കൊടുക്കുന്നത് അത്. ദെൻ ഒരു അപ്ഡേറ്റ് കൗണ്ടർ കൊടുത്തു. ഐയുടെ വാല്യൂ എനിക്ക് ഓരോ ലൂപ്പും കഴിയുമ്പോൾ 1 വീതം കൂടണം. അപ്പോൾ മാത്രമേ 1 വീതം കൂടി നമുക്ക് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ദെൻ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഹെക്സെന്റ് എന്ന് പറയുന്ന ആ ഒരു വീട് 5 ടൈംസ് പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ ഹെക്സെന്റ് എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു BR ടാഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ലൈനിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. 5 ടൈംസ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഇനി 15 ടൈംസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഈ കണ്ടീഷനിൽ ഒരു ചേഞ്ച് 15 ഒരു ചേഞ്ച് കൊടുത്തു. അതായത് ഐയുടെ വാല്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് 15 ആകുന്ന വരെ വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമ്മുടെ ഐയുടെ വാല്യൂ നമ്മളിവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 ആകുന്ന വരെ നമുക്ക് 16 ടൈംസ് കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 to 15 ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് 1 to 15 ടൈംസ് മാത്രമേ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. 0 ആകുമ്പോൾ ഫസ്റ്റ് 0 വരുന്നു, 0യുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഒരു തവണ ഇത് പ്രിന്റ് ചെയ്യുന്നു, വീണ്ടും പോയി ഇവിടെ അപ്ഡേറ്റ് കൗണ്ടറിൽ പോയിട്ട് ഇത്
സീറോയുടെ വാല്യൂ ചേഞ്ച് ആവുന്നു. 0 + 1 = 1 എന്നാവുന്നു. വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവുന്നു. ഈ ഒരു രീതിയിൽ റിപ്പീറ്റഡ്ലി 15 വരെയും വർക്ക് ചെയ്യും. 15 ആവുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ആവും. ദെൻ അപ്ഡേറ്റ് കൗണ്ടറിൽ വന്നിട്ട് 15ന്റെ വാല്യൂ 16 ആവുന്നു. അപ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ 16 <= 15 നോക്കുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. ഈ ഒരു രീതിയിലാണ് ഫോർ ലൂപ്പിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഹെക്സെന്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം നമുക്ക് ഇനി ജസ്റ്റ് ഐ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ലൂപ്പിലും ഐയുടെ വാല്യൂ 1 2 3 4 5 എന്നുള്ള രീതിയിൽ 15 വരെയാണ് ഇതാവുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 to 15 വരെയുള്ള നമ്പേഴ്സ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ഒരു ഫോർ ലൂപ്പിന്റെ ബേസിക് സിന്റാക്സ് അല്ലെങ്കിൽ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ദെൻ നമുക്കിനി നെക്സ്റ്റ് ലൂപ്പിലേക്ക് പോകാം. അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പാണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഫോർ ലൂപ്പിൽ നിന്നുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് എന്തായാലും ഉണ്ടാവും. ദെൻ നമുക്കിതിലൊരു വൈൽ കീവേഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കണം. ദെൻ ഇതിനൊരു ലൂപ്പ് ബോഡി ഉണ്ടായിരിക്കും. ലൂപ്പിനുള്ളിലാണ് നമുക്ക് അപ്ഡേറ്റ് കൗണ്ടർ വരുന്നത്. ഈ ഒരു രീതിയിലാണ് വൈൽ ലൂപ്പിന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വൈൽ ലൂപ്പിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സിന്റാക്സ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വർക്കിംഗ് നമുക്ക് മുൻപ് നോക്കിയ സെയിം എക്സാമ്പിൾ വഴി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നു. var i equals 1 എന്ന് കൊടുക്കുന്നു. ദെൻ നമുക്ക് വൈലിൽ കണ്ടീഷൻ കൊടുക്കാം. i <= 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഇതേപോലെ ഐയുടെ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. അതായത് 1 to 15 വരെയാണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. സോ br ടാഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് വീതം കൂടണം. അപ്പോഴാണല്ലോ 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് പോകുന്നത്. സോ ഐയുടെ വാല്യൂ ഒന്ന് വീതം കൂടാൻ ഞാൻ ഇവിടെ ഒരു ഇൻക്രിമെന്റ് കൗണ്ടർ കൊടുത്തു, ഒരു അപ്ഡേറ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 to 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഐയുടെ വാല്യൂ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും കണ്ടീഷനിൽ വരുന്നു, ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിനുള്ളിലേക്ക് കടക്കുന്നു. ലൂപ്പിൽ എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷം അപ്ഡേറ്റ് കൗണ്ടറിലേക്ക് വരുന്നു, വാല്യൂ ഒന്ന് കൂടുന്നു, വീണ്ടും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ആ സമയത്ത് നമുക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഞാൻ ഐയുടെ വാല്യൂ 10 എന്ന് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഇവിടെ 1 വരെ പ്രിന്റ് ചെയ്യണം. 10 9 8 എന്നുള്ള റിവേഴ്സ് ഓർഡറിൽ 1 വരെ പ്രിന്റ് ചെയ്യണം. ഞാൻ ഐയുടെ വാല്യൂ i <= 1 എന്ന് കൊടുത്തു. ഐയുടെ വാല്യൂ എപ്പോഴും 1 ആവണ വരെയാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ 10 9 എന്നുള്ള റിവേഴ്സ് ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട്, കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിക്രിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. i - എന്ന് കൊടുത്തു. നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നമുക്കിവിടെ റിവേഴ്സ് ഓർഡറിൽ 10 9 8 7 എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 10ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം 10 ആണ്. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുന്നു 10 <= 1 ആണെന്ന്. കണ്ടീഷൻ ട്രൂ ആണ്. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് കൗണ്ടറിൽ പോകുന്നു. ഇവിടെ ഡിക്രിമെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. 10ന്റെ വാല്യൂ അപ്പോൾ 10 - 1 = 9 ആവുന്നു. വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എപ്പോഴാണോ 1 ആവുന്നത് അതുവരെ പ്രോപ്പർ ആയിട്ട് ഇത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ആവുന്നു. ദെൻ അപ്ഡേറ്റ് കൗണ്ടറിൽ വരുമ്പോൾ 1 - 1 0 ആവുന്നു. 0 വന്നിട്ട് കണ്ടീഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആണ്. അവിടെ വെച്ചിട്ട് ലൂപ്പ് എക്സിറ്റ് ആവുന്നു. ഈ ഒരു രീതിയിലാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് ലൂപ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്.
നമ്മൾ 2 തരം ലൂപ്സ് വർക്ക് ചെയ്തു, ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. ഇതിന്റെ സിന്റാക്സും കാര്യങ്ങളും അതിന്റെ ഒരു വർക്കിംഗ് സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.